ഇവിടെ ആന സവാരിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ആനയുണ്ട്, അപ്പുറത്ത് ടൈഗറുണ്ട്, പാമ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആന സഫാരി വലിയ കുഴപ്പമില്ലല്ലോ, ടെൻഷൻ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ആനപ്പുറത്തൊന്ന് കയറി വരാമെന്ന് വെച്ചാൽ എൻ്റെ പാക്കേജുകൾ എടുത്തിട്ട് പല ടൈപ്പാണ് ആന സഫാരി ഇവിടെ ഉള്ളത്. പിന്നെ ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട്, വെടി വയ്ക്കാം. അപ്പുറത്ത് പിന്നെ തായ്ലാൻഡിലിപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലായി കാണണം കേട്ടോ ഈ ടൈഗർ, പാമ്പ് കറി. ഇപ്പം നമ്മളെ പാക്കേജ് വാഴപ്പഴം വെച്ചിട്ടുണ്ട്, ആനയ്ക്ക് നമുക്ക് ഫീഡ് ചെയ്യാം, അതിനും എക്സ്ട്രാ ചാർജാണ്. ഞാൻ ആനപ്പുറത്ത് കയറാനുള്ള ടിക്കറ്റ് എടുത്തു, ജസ്റ്റ് ഒരു റൗണ്ടൊന്ന് ആനപ്പുറത്ത് കയറിയിട്ട് വരാം. വിദേശികളൊക്കെ കൂടുതലുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് കേരളക്കാർക്ക് ആന അത്ര വലിയ എന്താ പറയുക, മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് ആനപ്പുറത്ത് കയറേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഈ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കോ, എത്ര മനോഹരമായിട്ടാണ് അവർ അത് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കിയാൽ. വളരെ സേഫായിട്ടും എല്ലാം ചെറിയ ചെറിയ കുഞ്ഞു ആനകളും. അപ്പോൾ ആൾക്കാർ പേടിക്കില്ല. ഇതോ ആന ഓരോന്ന് വരുന്നു, അടുത്ത ടീമുകൾ കയറി പോകുന്നു. ഞാൻ സിംഗിളായിട്ടൊരു കുട്ടിയാനപ്പുറത്ത് കയറി ഞങ്ങളിങ്ങനെ പതുക്കനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നടപ്പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നടപ്പാത എന്ന് വെച്ചാൽ ആനപ്പാത, ആനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഗുരുവായൂർ ആനക്കോട്ടയിലൊക്കെ ഇതുപോലെ ആന സഫാരിയൊക്കെ തുടങ്ങിയാൽ സൂപ്പറായിരിക്കില്ലേ. ഇതൊക്കെ പ്രൈവറ്റ് ആൾക്കാരാണ്, പ്രൈവറ്റ് ബിസിനസ്സുകാരാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം കുറച്ച് ആനകളെ വാങ്ങി, കുറച്ച് പറമ്പുണ്ടാക്കി, ആ തോട്ടിൽ കൂടിയൊക്കെ വെള്ളത്തിൽ കൂടിയൊക്കെ ഇറക്കി, കാര്യം സൂപ്പറാണ്. നമ്മുടെ കുട്ടിയാണ് പാപ്പാൻ തെളിച്ച വഴി കൂടെ അല്ല, അവൻ കണ്ടൊക്കെ തിന്നാൻ വേണ്ടി അവിടെ സൈഡാക്കി നിന്നിട്ട് പാപ്പാൻ്റെ തോട്ടിട്ട് പിടിച്ച് വലിച്ച കൊണ്ടാണ്. അണ്ണനോ മെരുങ്ങണ ലക്ഷണമില്ല. വീണ്ടും ഞാനെന്നെ തട്ടിയിടോ മേലെ. Eating, huh? Yeah. Why not giving food? And eat one day 500 kilo. Man don't need eat a lot. Eat a good. You where come from, big boss? പാപ്പന്മാരെ യൂണിഫോം എനിക്കിഷ്ടമായി. ആ തൊപ്പിയും ചുവപ്പ് ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മളിത് ചെറിയൊരു തോട്ടിൽ കൂടെ നടത്തിച്ച് ആനേനെ അപ്പുറത്തേക്ക് കയറ്റിക്കണം. അതും സഞ്ചാരികൾക്കൊരു എക്സ്പീരിയൻസ് ആണ് വെള്ളത്തിൽ കൂടെ പോകാന്നുള്ളത്. ആ തോടിൻ്റെ സൈഡിൽ അവിടുത്തെ നിൽക്കുന്നുണ്ട്, നമ്മളെ ഫോട്ടോ എടുക്കും. എന്നിട്ട് നമ്മൾ പോകാൻ നേരത്ത് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ലോകത്തില്ലാത്ത കാശം പറഞ്ഞ് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഞങ്ങൾ ഇട്ടിട്ട് മറ്റേ ഡിജിറ്റൽ കോപ്പി തരൂല്ല, ഓൺലി പ്രിൻ്റ് ഔട്ട്. ഒരു ഫോട്ടോ വാട്സപ്പിൽ അയച്ചെന്നാൽ ഓക്കെ. ഇതിപ്പോൾ ആരാണ് ഈ പ്രിൻ്റ് കൊണ്ട് നടക്കുക? ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. മുതലാളിമാരൊക്കെ ഇപ്പോഴും വയസ്സന്മാരായിരിക്കും ചിലപ്പോൾ, അവർക്കത്
മനസ്സിലായിട്ടുണ്ടാവില്ല. ആനപ്പുറത്തിരുന്ന് നമ്മളെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ആന മുന്നിൽ പോണ ആന എടുക്കട്ടെ, നമ്മളെങ്ങനെയായിരിക്കും നമ്മൾ നടക്കണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. നമ്മുടെ പാപ്പാൻ ഞാൻ എൻ്റെ യൂണിഫോം ഒന്ന് ക്ലോസപ്പ് കാണിച്ചെന്നതാണ്. Chuyện miếng đó đó. Dấu hành phá năng đi. Ừ. Được à? Đi coi cái lại đi. Cái lại. ഇവർ ആനക്കൊമ്പാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് പലതരത്ത് കാണിച്ചു തരുന്നുണ്ട്. ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിൽക്കണത്. നമുക്കറിയാം ആനക്കൊമ്പ് ഈ വിലയ്ക്ക് കിട്ടില്ല എന്നുള്ളത്. Chắp âu xì mé đó. Ra. അങ്ങനെ താലിൻ്റെ ആനപ്പുറത്ത് കയറാനുള്ള എൻ്റെ കുത്തിക്കഴുപ്പിന് സമാധാനമായി. അപ്പോൾ കാശ് പോയോ പോയില്ലേ എന്ന് എനിക്കറിയില്ല, എന്നാലും കാശ് ചിലവായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം തായ്ലൻഡിൻ്റെ വേറെ വിശേഷങ്ങളായിട്ട്. ആനകളെ ഇതാണ് കേട്ടോ ഹൗസ്. ആന എവിടെയും പാർക്ക് ചെയ്തിട്ടുള്ള ആനകളെ. പാപ്പന്മാരുടെ വീട് അപ്പുറത്തും. അങ്ങനെ നമ്മൾ റൗണ്ട് കഴിഞ്ഞ് എത്തി. അടുത്തത് വേറെ സ്ഥലങ്ങളിലേക്ക് പോവാം. ഓക്കെ, see you in next video. Bye bye. Masalama.